നമുക്കിന്ന് EYFS അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ഫൗണ്ടേഷൻ സ്റ്റേജ് എന്താണെന്ന് നോക്കാം. അതൊരു കരിക്കുലമല്ല, പകരം അതൊരു ഫ്രെയിം വർക്കാണ്. കുട്ടികളുടെ ലേണിംഗ് നീഡ്സും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നീഡ്സും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് EYFS ഫ്രെയിം വർക്ക് അഥവാ ഏർലിയസ്റ്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അറേഞ്ച് ചെയ്യുമ്പോൾ ടീച്ചേഴ്സും അതുപോലെ തന്നെ അവരോട് അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന മറ്റാൾക്കാരും എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് ഓരോ കുട്ടിയെയും കൈകാര്യം ചെയ്യേണ്ടതെന്നുമാണ് ഇതിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. EYFSൻ്റെ അണ്ടറിൽ വരുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബർത്ത് ടു 5 ഇയേഴ്സ് ആണ്. ഈ ബർത്ത് ടു 5 ഇയേഴ്സിനെ തന്നെ പിന്നെയും 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പിന്നെയും 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ സ്കൂളിൽ 3 ക്ലാസ് റൂംസ് ആണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ബേബി റൂം, ടഡ്ലേഴ്സ് ക്ലാസ് റൂം, FS ക്ലാസ് റൂം. വലിയ ക്ലാസ്സിലെ കുട്ടികൾ ചെയ്യുന്ന പോലെ നോട്ട്സും റെക്കോർഡ്സൊക്കെ വെച്ച് ഒരുപാട് ബൈഹാർട്ട് ഒന്നും ഇവർ പഠിക്കില്ല. പകരം ഇവരുടെ പഠനം നടക്കുന്നത് ലേണിംഗ് ത്രൂ പ്ലേ മെത്തേഡിലൂടെയാണ്. അതായത് ആക്ടിവിറ്റീസുകളിലൂടെയും അതുപോലെ കളികളിലൂടെയൊക്കെയാണ് ഇവർ പുതിയ ടോപ്പിക്കുകളും പുതിയ പുതിയ കാര്യങ്ങളും പരിചയപ്പെടുക. ഈ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് 7 ഏരിയാസിൻ്റെ ബേസിലാണ്. അതായത് EYFSൻ്റെ അണ്ടറിൽ 7 ഏരിയാസാണ് വരുന്നത്. ആ 7 ഏരിയാസിനെ പ്രൈം ഏരിയാസ് എന്നും സ്പെസിഫിക് ഏരിയാസ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രൈം ഏരിയാസിൽ വരുന്നതാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, അതായത് കുട്ടികളുടെ കായികശേഷി, ഗ്രോസ് മോട്ടോർ സ്കില്ലും ഫൈൻ മോട്ടോർ സ്കില്ലും, പിന്നെ പേഴ്സണൽ സോഷ്യൽ ഇമോഷണൽ സ്കില്ല്, മറ്റുള്ളവരായിട്ട് ഇടപഴകുന്ന രീതി, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ്, അവർക്ക് സംസാരിക്കാനും കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കഴിവ്. അതായത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് വഴിയാണല്ലോ ഇവർക്ക് കൂടുതൽ സോഷ്യൽ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ സ്പെസിഫിക് ഏരിയാസ് എന്ന് പറയുമ്പോൾ പ്രൈം ഏരിയാസ് അച്ചീവ് ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് സ്പെസിഫിക് ഏരിയാസ് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിൽ വരുന്നതാണ് മാത്തമാറ്റിക്സ്, ലിറ്ററസി, അണ്ടർസ്റ്റാൻഡിങ് ദ വേൾഡ്, എക്സ്പ്രസീവ് ആർട്സ് ആൻഡ് ഡിസൈൻ. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും സ്പെസിഫിക് ഏരിയാസ് എന്ന് പറയുന്നത് കൂടുതലും പഠനം റിലേറ്റഡ് കാര്യങ്ങളാണ് വരുന്നത്. ഈ 7 ഏരിയാസാണ് കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ ടോട്ടൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത്.